Praise the Lord. Let's thank God for this opportunity to come to His presence to know more about Him. So let's take a few minutes to glorify His name by singing Sri Yeshanam. ആമേൻ. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അനിയ കുഞ്ഞു ബ്രദർ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധമായ സ്വർഗ്ഗത്തിലെ നല്ല പിതാവാം ദൈവമേ, കർത്താവെ, ഒരു നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പജാ കർത്താവെ, ഞങ്ങളുടെ ഈ ബൈബിൾ സ്റ്റഡിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്നത്തെ എല്ലാ വചന ശുശ്രൂഷ അപ്പനകളിലേക്ക് പ്രാർത്ഥിക്കുന്ന കർത്താവെ,
ഈ കേൾക്കുന്ന മക്കള് ഞങ്ങൾ എല്ലാവരും അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവേ. അപ്പാ ഹല്ലേലൂയ. പല ഭവനത്താരും ഞങ്ങളെ കർത്താവ് ഒന്നിച്ച് കർത്താവേ. അപ്പാ നിന്റെ സന്നിധി ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്ന് ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കർത്താവേ. ഈ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളുടെ ഹല്ലേലൂയ തലമുറകൾക്ക് എല്ലാം അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കർത്താവേ. യേശു കർത്താവിന്റെ രക്തം കൊണ്ട് വചനത്താൽ കർത്താവേ ഞങ്ങളുടെ ദൈവദാസനെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കർത്താവേ. കേൾക്കുന്ന ഓരോ വചനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആഴത്തിലേക്ക് ഞങ്ങൾ പകർന്നു വരുമ്പോൾ ദൈവമേ ഞങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ ഹല്ലേലൂയ ക്രിസ്തുവാകുന്ന കർത്താവേ ആ മഹത്വത്തോടെ ഞങ്ങളെ നിറയ്ക്കുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കർത്താവേ. ആദ്യം മുതൽ അവസാനം വരെയും കർത്താവേ നിന്റെ വരവിനായി ഞങ്ങൾ നോക്കി പറഞ്ഞു കർത്താവേ. അപ്പൊ സകല മഹത്വത്തിന്റെ കർത്താവിന് യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമം തന്നെ ആമീൻ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഒരു പാട്ടിന്റെ ചില ഈരടികളൂടെ നമുക്ക് പാടി ദൈവത്തെ സ്തുതിക്കാം. അതിന് ആലിഷമോടെ ക്ഷണിക്കും. പ്രാണൻ പോളം നിന്റെ പിന്നാലെ വരട്ടെ എന്നേശുപരാ. വേണ്ട വേണ്ടാന്ന് ഒരിക്കലും നീ എന്നോട് പറഞ്ഞിട്ടില്ല. ഈ വഴിയിൽ നിന്നെ തനിയെ വിട്ട് ഞാനൊരു നാളും മാറിപ്പോകില്ല. ഈ വഴിയിൽ നിന്നെ തനിയെ വിട്ട് ഞാനൊരു നാളും മാറിപ്പോകില്ല. എന്റെ പിന്നാലെ വരുന്നവരോ തന്നെത്താൻ ത്യജിച്ചിടണം. പിൻപേ വരുമ്പോൾ കുരിശെടുത്ത് എന്നെ സദാ പിൻപറ്റണം. എന്റെ പിന്നാലെ വരുന്നവരോ തന്നെത്താൻ ത്യജിച്ചിടണം. പിൻപേ വരുമ്പോൾ കുരിശെടുത്ത് എന്നെ സദാ പിൻപറ്റണം. ഈ വഴിയിൽ നിന്നെ തനിയെ വിട്ട് ഞാനൊരു നാളും മാറിപ്പോകില്ല. ഈ വഴിയിൽ നിന്നെ തനിയെ വിട്ട് ഞാനൊരു നാളും മാറിപ്പോകില്ല. കോറേനക്കാരൻ ശിമോനെടുത്ത ഭാരമേറും കുരിശാണേലും ഭാരം തോന്നില്ല നാഥ നിന്നെ ഓർക്കുമ്പോൾ. സ്നേഹത്താലൻ കണ്ണു നിറയും. കോറേനക്കാരൻ ശിമോനെടുത്ത ഭാരമേറും കുരിശാണേലും ഭാരം തോന്നില്ല നാഥ നിന്നെ ഓർക്കുമ്പോൾ. സ്നേഹത്താലൻ കണ്ണു നിറയും. ഈ വഴിയിൽ നിന്നെ തനിയെ വിട്ട് ഞാനൊരു നാളും മാറിപ്പോകില്ല. ഈ വഴിയിൽ നിന്നെ തനിയെ വിട്ട് ഞാനൊരു നാളും മാറിപ്പോകില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല ഗാനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ബൈബിൾ സ്റ്റഡിയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത് ആണ്ടവസാന മീറ്റിംഗ് അല്ലെങ്കിൽ ന്യൂ ഇയർ സർവീസ്, എന്തുകൊണ്ടാണ് നമ്മൾ ന്യൂ ഇയർ സർവീസ് അനുഷ്ഠിക്കുന്നത്? ചിലരത് ചെയ്യാറില്ല, നമ്മൾ ചിലരൊക്കെ അത് ചെയ്യാറുണ്ട്.
അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാനിടയായി. ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരു ദിവസം മുഴുവൻ നമ്മെ നടത്തിയ ദൈവത്തിന് നമ്മൾ നന്ദി കരാറ്റാറുണ്ട്. ഒരാഴ്ച മുഴുവൻ നമ്മളെ നടത്തിയ ദൈവത്തിന് നമ്മൾ വിശുദ്ധ സഭായകമായി കൂടി വരാറുണ്ട്. ഒരു മാസം മുഴുവൻ നമ്മെ പരിപാലിച്ച ദൈവത്തിന് മാസയോഗമായി കൂടി ദൈവത്തിന് മഹത്വം കൊടുക്കാറുണ്ട്. ഒരു വർഷം മുഴുവൻ നമ്മെ നടത്തിയ ദൈവത്തിന് നമ്മൾ നന്ദി പറയുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതിൻ്റെ സെക്കൻഡ് പാർട്ട് പ്രാക്ടിക്കൽ മിനിസ്ട്രിയാണ്. ശുശ്രൂഷ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ്. ചില കർത്താവദാസന്മാര് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഓർജൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ രാജൻ ചുനക്കര പാസ്റ്റർ കർത്താവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഡിസംബർ 31 ആ വർഷം അവസാനിക്കുന്ന മാസത്തിന്റെ അവസാന തീയതിയാണ്. ഡിസംബർ 31 ആളുകളുടെ എണ്ണം സമയമൊക്കെ അനുസരിച്ച് 8:30-ക്കോ 9 മണിക്കോ 9:30-ക്കോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, വിശ്വാസികളും ദൈവദാസനും കൂടെ ഒരുമിച്ച് ആലയത്തിൽ കൂടി വരാം. എന്നിട്ട് സഭായോഗത്തിന്റെ മാതൃകയിലാണ് ആ മീറ്റിംഗ് ആരംഭിക്കുന്നത്. എപ്രകാരം സഭായോഗം തുടങ്ങുന്നു അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് ആണ്ടവസാന മീറ്റിംഗ് ആരംഭിക്കണം. പ്രാർത്ഥന കഴിഞ്ഞ് ചില സ്തുതിഗീതങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. തുടർന്ന് 2 or 3 ഇനി ഒരാൾ കൂടി പോയാലും കുഴപ്പമില്ല, സമയത്തിന്റെ ഇതനുസരിച്ച് അങ്ങനെ ഒരു 3-4 പേര് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് ശേഷം 103-ാം സങ്കീർത്തനമോ 136-ാം സങ്കീർത്തനമോ വായിച്ച് ദൈവത്തിന് മഹത്വം അർപ്പിക്കണം. ഞാൻ പലപ്പോഴും 136-ാം സങ്കീർത്തനത്തിനാണ് പ്രാധാന്യത കൊടുക്കുന്നത്. കാരണം അതിന്റെ ഓരോ വാക്യത്തിന്റെ സെക്കൻഡ് പാർട്ട് അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അന്നേരം 136-ാം സങ്കീർത്തനമാണ് ദൈവദാസന്മാര് വായിക്കുന്നത് എങ്കിൽ അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ജനമെല്ലാം ഒരുമിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. ഓരോ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗങ്ങൾ വായിക്കുമ്പോൾ, ഫസ്റ്റ് പാർട്ട് വായിക്കുമ്പോൾ ജനം അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറയണം. അതൊരു അനുഗ്രഹം തന്നെയാണ്. സ്തോത്രം. സങ്കീർത്തനം വായിച്ചതിന് ശേഷം അതിനോട് ചേർന്നുള്ള, അല്ലെങ്കിൽ ഒരു വർഷം തീരുകയാണല്ലോ, അതിന് പറ്റിയ പാട്ട് പാടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. മഹത്വ നാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്ക. ആ പാട്ടറിയാമല്ലോ. ആ പാട്ട് പാടുന്ന ഉചിതമായിരിക്കും. വേറെ ഒരു പാട്ടുമുണ്ട്, പല പാട്ടുകളുണ്ട്. സ്തോത്രം. വീണ്ടെടുപ്പിൻ നാൾ അടുത്തിതാ,
മാറ്റൊലി ഞാൻ കേട്ടിരുന്നിതാ, ദേശമെങ്ങും പോകാം, സാക്ഷികളായി തീരാം, കാലമെല്ലാം തീരാറായല്ലോ. ദേശമെങ്ങും പോകാം, സാക്ഷികളായി തീരാം, കാലമെല്ലാം തീരാറായല്ലോ. അങ്ങനെ കാലങ്ങളും ആണ്ടുകളും ഒക്കെ പിന്നിടുന്ന മനോഹരമായ ഗാനങ്ങളുണ്ട്. അതിൽ ചിലത് സെലക്ട് ചെയ്ത് സങ്കീർത്തനമായതിനു ശേഷം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. ആ പാട്ട് പാടിയതിനു ശേഷം സഭയിൽ ആരെ കൊണ്ടെങ്കിലും ഒരാളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് ദൈവമക്കൾക്ക് പ്രബോധനമുണ്ട്. ആ സങ്കീർത്തനത്തിൽ നിന്ന് കർത്താവിന്റെ ദാസൻ പ്രബോധിപ്പിക്കുമ്പോൾ ഈ കടന്നു പോകുന്ന വർഷം ദൈവം നടത്തിയ വിധങ്ങൾ, ദൈവം നൽകിയ നന്മകൾ, പ്രത്യേകിച്ച് പുതിയ ആത്മാക്കളെ കുറിച്ച് സ്നാനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എടുത്തു പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു വർഷക്കാലം ദൈവം നടത്തിയത് പലർക്കും പല നിലകളിലാണല്ലോ. അന്നേരം സഭയിൽ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ കർത്താവിന്റെ ദാസൻ നോട്ട് ചെയ്തിട്ട് അതൊന്ന് എംബസൈസ് ചെയ്ത് പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സ്നാനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ, പുതിയ ആത്മാക്കൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറയണം. സ്തോത്രം. എന്നിട്ട് ആ സംഗീത ഭാഗം അവസാനിപ്പിക്കേണ്ടത് ജീവിതത്തിൽ വന്ന പരാജയങ്ങൾ, പോരായ്മകൾ അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പുതിയ തീരുമാനത്തോടും പുതിയ സമർപ്പണത്തോടും പുതിയ വർഷത്തിൽ പ്രവേശിക്കണമെന്ന് വിശ്വാസികളെ ആഹ്വാനം ചെയ്യണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പരാജയങ്ങൾ ഉണ്ടാകാം. മനുഷ്യനല്ലേ, നോ വൺ ഈസ് പെർഫെക്റ്റ്. ആരും പൂർണ്ണരല്ല. അതെല്ലാം പറഞ്ഞ് ഉപേക്ഷിച്ച് തീരുമാനത്തോടും സമർപ്പണത്തോടും പുതിയ വർഷത്തിൽ പ്രവേശിക്കാൻ വിശ്വാസികളെ എന്ത് ചെയ്യണം? ആഹ്വാനം ചെയ്യണം. സ്തോത്രം. അതിനുശേഷം സാക്ഷി പറയാനും പ്രബോധനം പറയാനും ഒക്കെയുള്ള സമയമാണ്. ദൈവസന തീരുമാനം എടുക്കാനൊക്കെ ഉള്ള സമയമാണ് തുടർന്നുള്ള സമയം. ഒരു പുതിയ വർഷം ആരംഭിക്കുന്നത് രാത്രി, അല്ലെങ്കിൽ ഒരു പുതിയൊരു ദിവസം തുടങ്ങുന്നത് നമുക്കറിയാമല്ലോ, രാത്രി 12 മണിയോടുകൂടാണ്. 11:55 വരെ ദൈവമക്കൾ അവരുടെ സാക്ഷ്യങ്ങൾ പറയാനും സമയമൊക്കെ തക്കത്തിൽ ഉപയോഗിക്കണം. സ്തോത്രം. അതിനുവേണ്ടി സമയത്തെ വേർതിരിക്കണം. അന്നേരം എന്നിടയ്ക്ക് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഈ സാക്ഷി പറയുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ദൈവസഭയെ പ്രതിനിധീകരിച്ചൊക്കെ പറയാനുണ്ടെങ്കിൽ സൺഡേ സ്കൂളിന്റെ പ്രതിനിധിയായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇച്ചിരി സമയം കൊടുക്കാം. PYPയുടെ അല്ലെ യൂത്തിന്റെ പ്രതിനിധിയായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സമയം കൊടുക്കാം. സോദരി സമാജത്തിന്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സമയം കൊടുക്കാം. ഒത്തിരി സമയമൊന്നുമില്ല, വളരെ ചെറിയ മിനിറ്റുകൾ മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. സ്തോത്രം. ഇതിന് 11:55 വരെ ദൈവങ്ങൾക്ക് ചിലർക്കൊക്കെ സന്തോഷിപ്പിച്ച പാട്ട് കാണും, വചനം പറയാൻ സമയം കാണും, സാക്ഷ്യം കാണും, ഇതൊക്കെ കാണും. അതൊക്കെ അവർക്ക് വിട്ടുകൊടുക്കുക. അതിനുശേഷം 11:55 ആകുമ്പോൾ കർത്താവിന്റെ ദാസൻ എഴുന്നേറ്റ് നിന്ന്
തുടർന്നുള്ള ഒരു 5 മിനിറ്റ് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും നന്നായിരിക്കും. സ്തോത്രം. ന്യൂ ഇയർ സർവീസ് ഒരു സെലിബ്രേഷൻ ഒന്നുമല്ല. ബലൂൺ പൊട്ടിക്കുകയോ പടക്കം പൊട്ടിക്കുകയോ ഇതൊന്നുമല്ല നമ്മുടെ പരിപാടി. സ്തോത്രം. നമുക്കറിയാമല്ലോ, ഓരോ ദിവസം ഒരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞൊരു അത്ഭുതമാണ്. പലരും കഴിഞ്ഞ രാത്രി കിടന്നിട്ട് പുതിയ പ്രഭാതം കണ്ടിട്ടില്ല. ഒരു വർഷത്തിന്റെ തുടക്കം കണ്ട പലർക്കും അവസാനം കാണാൻ കഴിയുന്നില്ല. അവസാനം കണ്ട പലർക്കും ആദ്യ ദിവസം കാണാൻ കഴിയുന്നില്ല. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അന്നേരം ഒരു 5 മിനിറ്റ് സഭയായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അതിന് 12:01 ആകുമ്പോ ദൈവദാസൻ പല പരിപാടികളൊക്കെ ഇന്ന് ആത്മമണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. അതൊന്നുമില്ല. കാല് മുന്നോട്ട് വെച്ച് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഇതൊന്നും നമുക്കില്ല. ഞാനത് ചെയ്യാറില്ല. പക്ഷെ 12:01 ആകുമ്പോൾ ഞാൻ ഡിക്ലെയർ ചെയ്യും, കർത്താവിന്റെ കൃപയാൽ ഇനിയിപ്പം 2024 തീരാൻ 3 മാസങ്ങളല്ല ഉള്ളൂ. ദൈവം ആയുസ്സും സമയവും സന്ദർഭവും കർത്താവ് വന്നില്ലെങ്കിലൊക്കെ ഞാൻ പറയാൻ പോകുന്നത്, കർത്താവിന്റെ കൃപയാൽ 2024 നമ്മെ വിട്ട് കടന്നുപോയി 2025 പ്രവേശിപ്പാൻ ദൈവം നമുക്ക് കൃപ തന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തും. അത് നമ്മൾ ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാം വചനാനുസരണമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ദൈവത്തിന് സ്തോത്രം. ആ ഡിക്ലറേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായി പാടാം. അറിയാവുന്ന എല്ലാ ദൈവമക്കൾക്കും അത് പാട്ട് പാടുകയും ചെയ്യണം. ആ സമയത്ത് എന്നോടുള്ള നിൻ സർവ്വനന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപാരാം, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപാരാം. ആ പാട്ട് ഇത്ര മനോഹരമായ പാട്ടാണ്. ആ പാട്ട് ചേർന്ന് പാടിയതിനു ശേഷം ഒരാള് പ്രാർത്ഥിക്കണം. തുടർന്ന് 91-ാം സങ്കീർത്തനം ആശംസാ സങ്കീർത്തനമായിട്ട് ദൈവസഭയിലെ സഹശുശ്രൂഷനുണ്ടെങ്കിൽ അദ്ദേഹമോ ചർച്ചില്ല മറ്റ് ആരെങ്കിലും പക്വതയുള്ള ദൈവമക്കളുണ്ടെങ്കിൽ ഒരാളെ കൊണ്ട് ആ സങ്കീർത്തന ഭാഗം വായിപ്പിക്കാം. അതിനോട് ചേർന്ന് സമയമുണ്ടെങ്കിൽ ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും വായിക്കുന്നത് നന്നായിരിക്കും. അല്ല, സമയത്തെ ഡിപ്പെൻഡ് ചെയ്താ കേട്ടോ. ഇവിടൊക്കെ ആണെങ്കിൽ 2 മണിക്കൂറൊക്കെ കിട്ടുന്നിടത്തൊക്കെ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. എനിവേ, അന്നേരം സമയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും 91-ാം സങ്കീർത്തനം വായിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അതിനോട് ചേർന്ന് ആവർത്തനം 28-ന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. എന്നിട്ട് പുതുവർഷത്തിൽ ആർക്കെങ്കിലും പുതിയ തീരുമാനം എടുക്കാനുണ്ടെങ്കിൽ അതിന് അവസരം നൽകണം. മനസ്സിലായോ? പുതുവർഷത്തിൽ ആർക്കെങ്കിലും, പഴയ വർഷത്തിൽ കൂടുതൽ സമയമുണ്ട്, പുതുവർഷത്തിൽ സമയമൊക്കെ കുറവാണ്. അങ്ങനെ ആർക്കെങ്കിലും ചില വർഷപ്പെട്ട് ഒരാൾക്കോ 2 പേർക്കോ എന്തെങ്കിലും ദൈവസേനയിൽ അന്നേരം പരിശുദ്ധാത്മാ നിയമിച്ച ഒരു തീരുമാനം എടുക്കാനുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടായിരിക്കും. തുടർന്ന് പുതുവർഷത്തിലെ സന്ദേശം ദൈവദാസൻ നൽകണം. സ്തോത്രം. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം ഒന്ന് എടുത്താട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ 9 വരെ ഒന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ 9 വരെ. അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരിഞ്ഞു വന്നു കണ്ടില്ലതാനും. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ലതാനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതിന് അവൻ, കർത്താവേ, ഞാൻ അതിനു ചുറ്റും കിളച്ചു, വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ.
മേലാൽ കായ്ച്ചില്ലെങ്കിലോ മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. ഇത് വളരെ മനോഹരമായ ഒരു വേദഭാഗമാണ്. ന്യൂ ഇയർ സന്ദേശമായി കൊടുക്കാൻ പറ്റും. കായ്ക്കാത്ത കൊമ്പൊക്കെയും മുറിച്ചു കളയും, കായ്ക്കാത്ത വൃക്ഷം വെട്ടിക്കളയും. ആ പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. കർത്താവ് പറയും, ഈ വർഷം കൊണ്ട് നിൽക്കട്ടെ, കായ്ച്ചില്ലെങ്കിൽ നമുക്ക് അതിനെ നീക്കിക്കളയാം. അങ്ങനെ ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുന്നവരായി ഇന്ന് പലരും. നമ്മുടെ ഫലത്തിന്റെ വർധനവ് കൊണ്ടോ ജീവിത വിശുദ്ധിയുടെ ആഴം കൊണ്ടോ ഒന്നുമല്ല ഈ കൃപായുഗത്തിൽ നമ്മൾ നിന്നു പോകുന്നത്. നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നൊരു കർത്താവുണ്ട്. ആ ഗ്രേസ് പീരീഡിലാണ് നമ്മൾ പാർക്കുന്നത്. സ്തോത്രം. അതിനകത്ത് ഒത്തിരി കാര്യമുണ്ട്. മുന്തിരിത്തോട്ടത്തിൽ നട്ടിരിക്കുന്ന ഒരു അത്തിവൃക്ഷം, അങ്ങനല്ലേ? അങ്ങനാണോ? എല്ലാരും നോക്കിയോ? ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പറ. മുന്തിരിത്തോട്ടം യഹൂദനെ സംബന്ധിച്ച് അവന്റെ ആത്മീയ നിലവാരത്തെ കാണിക്കുന്നതാണ് മുന്തിരി. അത്തി അവന്റെ രാഷ്ട്രീയ നിലവാരമാണ്, അവന്റെ വളർച്ചയൊക്കെ, സമ്പത്ത്, വളർച്ച, ഉയർച്ച, ഇതൊക്കെ കാണിക്കുന്നു. അന്നേരം ഇത്രയുള്ള അതിന്റെ അർത്ഥം, ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ദൈവസഭയിൽ ആത്മീയമായി വളർച്ച പ്രാപിക്കാത്ത പല ആളുകളുണ്ട്. ആത്മീയം വേണ്ടാത്ത ഒരുപാട് ആളുകൾ ഇന്ന് സഭകളിൽ വന്നുകൂടിയിട്ടുണ്ട്. കർത്താവിന് അവരെ ആവശ്യമുണ്ടെങ്കിലും കായ്ച്ചില്ലെങ്കിൽ അത് വെട്ടിക്കളയുമെന്നുള്ളത് യാതൊരു സംശയമില്ല. 2024 നമ്മെ വിട്ടുപോകാൻ ചില മാസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. വലിയൊരു തീരുമാനം ദൈവസഭയിൽ എടുക്കാം. കർത്താവെ, 2024 വേണ്ട പോലെ അങ്ങേക്ക് ഫലം കൊടുക്കാൻ കഴിഞ്ഞില്ല. കർത്താവ് ആയുസ് തരുന്നെങ്കിൽ, ഒരു പുതിയ വർഷം തരുന്നെങ്കിൽ അധികം ഫലം കായ്പാൻ കർത്താവ് പറഞ്ഞ പോലെ, സ്തോത്രം, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്പാനും നിങ്ങളുടെ ഫലം നിലനിൽക്കുവാനും തന്നെ. ആ ഒരു നിലവാരത്തിൽ ദൈവം നമ്മെ സഹായിപ്പാൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് ന്യൂ ഇയറിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സ്തോത്രം. എഴുതിയെടുക്കുന്നവർക്ക് വേണം ഞാൻ ഒന്ന് രണ്ട് ചില വാക്യങ്ങൾ തരാം. സ്തോത്രം. പുതിയ വർഷം, പുതിയ മാസം, പുതിയ ദിവസമൊക്കെ പാപപരിഹാര ദിവസമായിട്ട് പഴയ നിയമ ഭക്തന്മാർ അനുഷ്ഠിച്ചിരുന്നു. ആലയത്തിന്റെ മലിനതയെല്ലാം മാറ്റാൻ അവര് വളരെ ശ്രദ്ധിച്ചിരുന്നു. എസെക്കിയേൽ പ്രവചനം 45:18 നമുക്കത് കാണാം. ആലയത്തിന്റെ മലിനതകളെല്ലാം 1-ാം മാസം 1-ാം തീയതി തന്നെ മാറ്റിയതായിട്ട് കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 8:13 നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് നോഹയുടെ കാലത്തെ ജലപ്രളയത്തെ കുറിച്ചാണ്. സ്തോത്രം. ന്യായവിധിയുടെ വെള്ളം മാറ്റുന്ന ദിവസമാണ്, സ്തോത്രം, ആ 1-ാം തീയതി. ന്യായവിധിയുടെ വെള്ളം പൊങ്ങി ഒരുപാട് ആളുകൾ മരിച്ചപ്പോൾ നോഹയുടെ പെട്ടകത്തിനകത്തുള്ളവരും നോഹയും കുടുംബവും പെട്ടകത്തിനകത്തുള്ളവരും സുരക്ഷിതരായിരുന്നു എന്ന് കാണാൻ കഴിയും. ന്യായവിധി മാറ്റുന്ന ദിവസം. പുറപ്പാട് ദിവസം 12:2 പുറപ്പാട് 12:2 പഠിക്കുമ്പോൾ മിസ്രയീമി അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ, നമുക്കറിയാം, ആബീബ് മാസം യഹോവയായ ദൈവം പറയാണ്, നിങ്ങളുടെ വർഷത്തിന്റെ ആദ്യ മാസം കലണ്ടർ ആബീബ ആയിരിക്കണം. വേറൊരു കലണ്ടർ അവർക്ക് ഈജിപ്തിലുണ്ട്, അതനുസരിച്ച് പോകല്ല. ദൈവം കൊടുത്ത കലണ്ടർ ആയിരുന്നു ഇസ്രായേൽ മക്കൾ ഫോളോ ചെയ്യേണ്ടത്.
സ്തോത്രം. എന്നാൽ അടിമത്തത്തിൽ നിന്ന് വിടുതല പ്രാപിച്ച ആ ഒന്നാം ദിവസം. 2 ദിനവൃത്താന്തം 29:17. 2 ദിനവൃത്താന്തം 29:17. ഹിസ്കിയ രാജാവിന്റെ കാലത്ത് യഹൂദ രാജ്യത്തുണ്ടായ ഭയങ്കര ശുദ്ധീകരണമാണ്. ശുദ്ധീകരണ ദിവസമാണ്. അതുപോലെ തന്നെ പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരാനുള്ള ദിവസമാണ്. ഒരു പുതുവർഷത്തിന്റെ പ്രാരംഭ മാസം, പ്രാരംഭ ദിവസം എന്നുള്ളത്. അതിനോട് ചേർന്ന് വേണമെങ്കിൽ എബ്രായ ലേഖനം 7:19 കോട്ട് ചെയ്ത് നമുക്ക് സംസാരിക്കാം, കുഴപ്പമില്ല. എബ്രായ ലേഖനം 7:19. മോശയോട് ചോദിച്ചാൽ പുറപ്പാട് ദിവസം 40 2-ാം വാക്യം മുതൽ 34-ാം വാക്യം വരെ. പുറപ്പാട് ദിവസവും 40-ാം അധ്യായം 2-ാം വാക്യം മുതൽ 34-ാം വാക്യം വരെ ദൈവതേജസ്സിന്റെ നിറവിന്റെ ദിവസമായിരുന്നു. ദൈവതേജസ്സിന്റെ നിറവിന്റെ ദിവസം. ആവർത്തനം 11:12. അതൊന്ന് വായിച്ചേ. ആവർത്തനം 11:12. ബൈബിൾ ഉള്ളവർ അത് എടുത്ത് വായിച്ചാട്ടെ. ആവർത്തനം 11:12. നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ആ ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കും. ആമേൻ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ്. ഒരാണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി ദേശത്തിന്മേലുണ്ട്, തന്റെ ജനത്തിന്മേലുണ്ട്. ആമേൻ. സന്തോഷമുള്ള ഒരു ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. സ്തോത്രം. ഈ 2024 പ്രാരംഭ ദിനം മുതൽ ഇന്ന് വരെ ദൈവത്തിന്റെ ദൃഷ്ടി നമ്മോടും നമ്മുടെ കുടുംബത്തോടും നമ്മുടെ സഭയോടും നമ്മുടെ ദേശത്തോടും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എസെക്കിയേൽ 29:17 വായിക്കുമ്പോൾ സദ്വർത്തമാനം ഘോഷിക്കുന്ന ദിവസം, പുതുവർഷത്തിൽ പ്രാരംഭ ദിവസം ഗുഡ് ന്യൂസ് പറയാൻ ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ കാര്യങ്ങളൊക്കെ എടുത്ത് ഒത്തിരി പ്രസംഗങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് ചില കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ദൈവാസന്മാർക്ക് ദൈവം തരുന്ന നിയോഗം അനുസരിച്ച് നല്ല നല്ല വചനങ്ങളൊക്കെ പറയാനുള്ള സാവകാശം അന്ന് ഉണ്ട്. സ്തോത്രം. അതിനുശേഷം തിരുവത്താഴ ശുശ്രൂഷ നടത്തുക. പുതുവർഷത്തിൽ ന്യൂ ഇയർ മെസ്സേജിന് ശേഷം തിരുവത്താഴ ശുശ്രൂഷ നടത്തുക. അന്നേ ദിവസം കർത്താവിന് വേണ്ടി കൊടുക്കാനുള്ള ദിവസം കൂടാണെന്നുള്ള കാര്യം മറന്നുപോകില്ല. ഒരു പുതിയ വർഷത്തിന്റെ പ്രാരംഭ മാസം, പ്രാരംഭ ദിവസം ദൈവനാമത്തിന് വേണ്ടി സ്തോത്രകാഴ്ചയോ ദശാംശമോ ഒക്കെ അർപ്പിക്കാനുള്ളതായിരിക്കുന്ന നല്ല സന്ദർഭമാണ്. സമയം ലാഭിക്കാൻ വേണ്ടി ഞാനൊരു എളുപ്പവഴി പറയാം. തിരുവത്താഴം കഴിഞ്ഞ് വിശുദ്ധ ചുമ്മനത്തിന്റെ സമയം, ആ സമയത്ത് പാടുന്ന പാട്ടിൽ അന്ന് സ്തോത്രാഴ്ച എടുത്താൽ ഒരു പാട്ടിന്റെ സമയം നമുക്ക് ലാഭിച്ചു കിട്ടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സ്തോത്രം. നല്ലൊരു പാട്ടുണ്ടല്ലോ, കാലമെല്ലാം കഴിയും ഇന്നു കാൺമതെല്ലാം അഴിയും, കാലമെല്ലാം കഴിയും ഇന്നു കാൺമതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ വ്യാധികൾ തീർന്നിടുവാൻ, അധികമില്ലിനിയും
ആളുകൾ നമ്മുടെ വ്യാധികൾ തീർന്നിടുവാൻ. ആമേൻ. ആ പാട്ടുപാടി സ്തോത്രാഴ്ച എടുക്കുന്നത് നന്നായിരിക്കും. സ്തോത്രം. തുടർന്ന് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും നല്ല ദൈവാസന്മാർ സഭയിൽ വന്നിട്ടുണ്ടെങ്കിൽ, അല്ല ചർച്ചിലെ പ്രധാനപ്പെട്ട ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒരാള് ഒടുവിൽ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം സംഖ്യാപുസ്തകം 6-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യം വായിച്ച് ദൈവദാസൻ ആശീർവാദം പറഞ്ഞ് ആ വാക്യം വായിച്ചിട്ട് ജനത്തെ അനുഗ്രഹിക്കണം. അവരെ അനുഗ്രഹിക്കണം. അനുഗ്രഹിച്ചിട്ട് ആശീർവാദം പറഞ്ഞ് അത് അവസാനിപ്പിക്കണം. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യം വായിച്ച് ജനത്തെ അനുഗ്രഹിച്ച് ആശീർവാദം പറഞ്ഞ് ആ ശുശ്രൂഷ എന്ത് ചെയ്യാം? അവസാനിപ്പിക്കണം. തുടർന്ന് ലവ് ഫീസ്റ്റ് ഉണ്ടെങ്കിൽ അതിനുള്ള സമയത്തെ വേർതിരിക്കുക. ഇതാണ് പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാനുള്ളതായിരിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഒരു മെത്തേഡ്. സ്തോത്രം. ഞാൻ ഈ പറഞ്ഞതിനകത്ത് ദൈവവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആണ്ടുകളും കാലങ്ങളും മാസങ്ങളും പ്രമാണിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി പോകുമോ എന്ന് ഭയപ്പെടുന്നു എന്ന് പൗലോസ് പറയുന്നത്, അത് പഴയ നിയമ കാലഘട്ടങ്ങളിൽ അവർ ചെയ്തു വന്ന ചില പ്രാക്ടീസ് കൂടെ പുതിയ നിയമസഭയിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പൗലോസ് അവരെ ശാസിക്കുകയും അതിനെതിരെ പൗലോസ് ലേഖനം എഴുതുകയും ചെയ്യുവാനിടയായി. അതും ഇതുമായിട്ട് യാതൊരു ബന്ധമുള്ളതല്ല. ചിലരത് പറഞ്ഞിട്ട് ഈ ന്യൂ ഇയർ സർവീസിനെ നിസ്സാരമായി കാണും. ന്യൂ ഇയർ സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ആദ്യോട് അവസാനം ദൈവത്തിന് മഹത്വം കരയറ്റുക എന്നുള്ളതാണ്. നമുക്ക് പൗലോസ് എന്നാ പറഞ്ഞത്? എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക, ഇടപെടാതെ പ്രാർത്ഥിപ്പി, ഇതല്ലയോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുവിൽ ദൈവേഷ്ടം. അന്നേരം ഒരു വർഷം മുഴുവൻ 12 മാസം സ്തോത്രം അല്ലേ, 365 ദിവസം 52 ആഴ്ച നമ്മെ പരിപാലിച്ച ഈ സർവശക്തനായ ദൈവത്തിന് സകല മഹത്വം. അത് പാട്ടിൽ കൂടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. സ്തോത്രം. നമ്മുടെ ദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തന്ന ആയുസ്സിനും ആരോഗ്യത്തിനും സമ്പത്തിനും ദൈവകൃപയ്ക്കും നമുക്ക് നന്ദി കരയറ്റാം. സ്തോത്രം. ഒരു പുതുവർഷത്തിൽ ദൈവജനം കേൾക്കുന്ന എത്ര അനുഗ്രഹമാണ് അല്ലേ? ഒരു പുതുവർഷത്തില് ഒരു നല്ലൊരു മെസ്സേജ് ദൈവാസനം കേൾക്കുന്നത് ചെറിയ കാര്യമല്ല. പുതുവർഷത്തിൽ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കുന്നതും കർത്താവിന്റെ വരവിനെ ധ്യാനിക്കുന്നതുമായ കർത്താവിന്റെ മേശ എടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇതൊന്നും എപ്പോഴും കിട്ടുന്ന കാര്യമല്ല. ദൈവന് സ്തോത്രം. അങ്ങനെ ആത്മീയത്തിൽ തന്നെ തുടങ്ങി ആത്മീയത്തിൽ തന്നെ അവസാനിപ്പിക്കുന്ന ശുശ്രൂഷയായിരിക്കണം നമ്മുടെ ആണ്ടവസാന മീറ്റിംഗ്. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് യാത്രയപ്പ് മീറ്റിങ്ങിനെ കുറിച്ചാണ്. സെൻഡ് ഓഫ് മീറ്റിംഗ് അല്ലെ ഫാർവെൽ മീറ്റിംഗ്, യാത്രയപ്പ് മീറ്റിംഗ്. യാത്രയപ്പ് മീറ്റിങ്ങിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിച്ച് പഠിക്കാം. ഇന്നിവിടെ ICPF-ന്റെ ഒരു പ്രത്യേക മീറ്റിംഗ് നടക്കുന്നതുകൊണ്ട് നമ്മുടെ പല ആളുകളും അതിനോടുള്ള ബന്ധത്തിൽ തിരക്കിലാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അവിടെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും കയറാൻ പറ്റിയില്ല. എങ്കിലും വന്നവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓക്കെ. നേരം യാത്രയപ്പ് മീറ്റിങ്ങിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിച്ച് പഠിക്കാം. ഒന്ന്, സഭയിലെ വിശ്വാസികളുടെ യാത്രയപ്പ്. അതായത് ചിലര് നാട്ടിൽ നിന്ന് വിദേശത്ത് ഗൾഫ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക അല്ലെ കാനഡ, ഇങ്ങനൊക്കെ എന്ത് ചെയ്യും? ചില വിശ്വാസികള്
പോകാറുണ്ട്, വിസിറ്റിങ്ങിന് പോകാറുണ്ട്, ജോലിക്ക് പോകാറുണ്ട്, മൈഗ്രന്റ് ആയിട്ട് പോകാറുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. അന്നേരം അവർക്ക് വേണ്ടി നമ്മൾ യാത്രയും മീറ്റിംഗ് നടത്തും. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിലും സ്തോത്രം, ഗവൺമെന്റ് ജോലിയുള്ള ബന്ധത്തിൽ ഒരാൾ ഒരു 3 വർഷം നമ്മുടെ സഭയിൽ നിന്നപ്പോൾ അവർക്ക് അദ്ദേഹത്തിന് മാറ്റം വേറൊരു ജില്ലയിലോട്ടാണ് കിട്ടിയത്. പിന്നെ അവർക്ക് നമ്മുടെ ചർച്ചയിൽ വരാൻ പറ്റത്തില്ല. അങ്ങനൊക്കെ എന്തായാലും സ്ഥലം മാറിപ്പോകുന്ന വിശ്വാസികൾക്ക് വേണ്ടി അല്ലെങ്കിൽ സഭയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? അവരെ പ്രാർത്ഥിച്ച് അയക്കുന്ന മീറ്റിംഗ് ക്രമീകരിക്കാറുണ്ട്. രണ്ടാമത് ദൈവദാസന്മാരുടെ യാത്രയപ്പാണ്. ദൈവദാസന്മാരുടെ സ്തോത്രം. നമുക്കതൊക്കെ അല്പം വിശാലമായിട്ട് പഠിക്കാം. സ്തോത്രം. ആദ്യം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വിശ്വാസിയുടെ യാത്രയപ്പിനെ കുറിച്ചാണ്. പിന്നെ നമുക്ക് ദൈവദാസന്മാരുടെ യാത്രയപ്പിലേക്ക് വരാം. ഏതെങ്കിലും വ്യക്തി പഠനത്തിനോ ജോലിക്കോ ദൂരസ്ഥലത്തേക്ക് പോകുമ്പോൾ വിശ്വാസികൾ എല്ലാവരും തലേ ദിവസം വൈകിട്ട് ആ വ്യക്തിയുടെ വീട്ടിൽ ഒത്തുകൂടി പ്രാർത്ഥിക്കുക എന്നുള്ളത് പതിവുള്ള കാര്യമാണ്. മനസ്സിലായി? ഇവിടൊക്കെ ആണെങ്കിൽ നാട്ടിലോട്ടൊക്കെ വർഷത്തിലൊരിക്കൽ പോകുന്ന പല ദൈവമക്കളുണ്ട്. അന്നേരം അവർ പോകുന്നതിന്റെ തലേ ദിവസം സ്തോത്രം ദൈവാസനും ദൈവമക്കളും ഒക്കെ ഒത്തുകൂടി അവരെ പ്രാർത്ഥിച്ച് അയക്കാറുണ്ട്. സ്കൂളുകൾ മാറിപ്പോകുന്ന കുഞ്ഞുങ്ങൾ കാണും. ഹയർ സ്റ്റഡിക്കായിട്ട് മറ്റ് കോളേജിൽ പഠിക്കാൻ പോകുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ കാണും. അല്ലെങ്കിൽ ചില പ്രസ്ഥാനങ്ങളിൽ ജോലി ചെയ്ത് അവിടുത്തെ ടാസ്ക് കഴിയുമ്പോൾ, അവിടുത്തെ ജോലി കഴിയുമ്പോൾ അവിടുന്ന് വിരമിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. ഒരർത്ഥത്തിൽ സൺഡേ സ്കൂൾ അധ്യാപകൻ തുടങ്ങി സഭാ ശുശ്രൂഷകന്മാർ വരെ യാത്രയപ്പ് കൊടുക്കാറുണ്ട്. സ്തോത്രം. ഇനി ഒരു കാര്യം ഞാൻ പറയാം. ഒരു സ്ഥലത്ത് നിന്ന് യാത്രയപ്പ് വാങ്ങി പോകുക എന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു അംഗീകാരമാണ്. നമുക്ക് എവിടെയും ചിലപ്പോൾ വന്ന് ജോയിൻ ചെയ്യാൻ കഴിയും. എവിടെയും സഭാ ശുശ്രൂഷകനായിട്ട് ചിലപ്പോൾ ചാർജ് എടുക്കാൻ പറ്റും. പക്ഷെ ഒരു നല്ല യാത്രയപ്പ് വാങ്ങിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അംഗീകാരം തരുന്നൊരു സംഭവം തന്നെയാണ്. എല്ലാവർക്കും അത് ലഭിക്കണമെന്നില്ല. ചിലരൊക്കെ മാറിപ്പോകുന്നത് ആരും അറിയത്ത പോലുമില്ല. സ്തോത്രം. മനസ്സിലായോ? ചാർജ് എടുക്കുക എന്നതിലുപരി അവിടെ നിന്ന് മാന്യമായ ഫെയർവെൽ കിട്ടുക എന്നത് എടുത്തു പറയത്തക്ക സംഗതിയാണ്. മനസ്സിലായോ? നമ്മളൊക്കെ എവിടെ ആണെങ്കിലും നമുക്കൊക്കെ തുടക്കത്തെക്കാൾ ഉപരി നമ്മുടെ ശുശ്രൂഷയുടെ ഒക്കെ മാറ്റത്തിന്റെ സമയത്ത് വേറെ സ്ഥലത്തോട്ട് പോകുമ്പോഴൊക്കെ നമുക്കൊരു നല്ല യാത്രയപ്പൊക്കെ കിട്ടാൻ ദൈവമക്കൾ ആ ഒരു പക്വതയിൽ തന്നെ കാര്യങ്ങളൊക്കെ നീക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ വിശ്വാസിയുടെ യാത്രയപ്പിന്റെ ഒരു മെതേഡൂടെ ഞാൻ പറയാം. അന്ന് യാത്രയപ്പ് യോഗം സഭയുടെ സമ്മതത്തോടുകൂടെ ദേവദാസന്റെ സമയവും കാര്യങ്ങളെല്ലാം നോക്കി ക്രമീകരിച്ചിട്ട് ദേവദാസൻ പ്രാർത്ഥിച്ച് ആ യോഗം ആരംഭിക്കണം. എന്നിട്ട് 1-2 പാട്ടുകൾ പാടുന്നത് നന്നായിരിക്കും. തുടർന്ന് കൂടി വന്ന ദൈവമക്കളിൽ 2-3 പേരെന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അതിനുശേഷം കർത്താവിന്റെ ദാസൻ എഴുന്നേറ്റ് നിന്ന് ഒരു ഇൻട്രഡക്ഷൻ പറയണം. എന്തിനാണ് നമ്മൾ കൂടി വന്നത്, ആരെയാണ് പ്രാർത്ഥിച്ചു വിടുന്നത്, ആ വ്യക്തി എങ്ങോട്ട് പോവാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഇൻട്രഡക്ഷൻ പറയുന്നത് നന്നായിരിക്കും.
അതിനുശേഷം യാത്രയായി പോകുന്ന വ്യക്തിക്ക് തന്റെ അനുഭവ സാക്ഷ്യം പറയാൻ, ടെസ്റ്റ് മണി പറയാൻ സമയം കൊടുക്കണം. അദ്ദേഹം തന്റെ അനുഭവങ്ങൾ പറയുന്നതനുസരിച്ച് അതിനുശേഷം പ്രധാനപ്പെട്ട ചില വ്യക്തികൾ ആശംസ പറയാൻ സമയമെടുക്കണം. മനസ്സിലായോ? നമ്മളൊരു സഭയിൽ ഉൾപ്പെട്ട് നിൽക്കുമ്പം സഭയ്ക്ക് പല ഘടകങ്ങളുണ്ട്, അല്ലേ? ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ സൺഡേ സ്കൂള്, യൂത്ത് മീറ്റിംഗ്, സോദരി സമാജം, അങ്ങനെ പലതുണ്ട്. സഭയുടെ സെക്രട്ടറി. അന്നേരം ആശംസ പറയാൻ വേണ്ടി സഭയിലെ പ്രധാനപ്പെട്ട ചില വ്യക്തികൾ എഴുന്നേക്കണം. അതിനുശേഷം ദൈവദാസൻ വചന ശുശ്രൂഷ ചെയ്യണം. ഏത് കൂടിവരവിന്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് വചന ശുശ്രൂഷ. വചന ശുശ്രൂഷ ഇല്ലാത്ത ഒരു മീറ്റിംഗും ഇല്ല എന്ന് പ്രത്യേകം ഓർക്കണം. മനസ്സിലായോ? സമയമില്ലാത്തതുകൊണ്ട് ഇന്ന് പ്രസംഗം വേണ്ട എന്നാരും ചിന്തിക്കല്ലോ. വചന ശുശ്രൂഷയ്ക്ക് ആ സമയം വേണ്ടുന്നത്. സ്തോത്രം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്നാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്. അന്നേരം യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വേദഭാഗം യാത്രയപ്പിന് വായിക്കാൻ പറ്റിയ വേദഭാഗമാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യം. നൂറ്റി 121-ാം സങ്കീർത്തനം യാത്രയപ്പിന് പറ്റിയൊരു വാക്യമാണ്. 139-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിന്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. മോശ പറഞ്ഞില്ലേ, ദൈവമേ നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ എന്നെ അയക്കരുത്. മനസ്സിലായോ? ഈ വേദഭാഗങ്ങളൊക്കെ യാത്രയപ്പിന് വായിക്കാൻ പറ്റുന്ന വാക്യങ്ങളും പ്രസംഗിക്കാൻ പറ്റുന്ന വേദഭാഗങ്ങളുമാണ്. അങ്ങനെ ദേവദാസൻ ആ ശുശ്രൂഷ ചെയ്തതിന് ശേഷം, വചന ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം ദൈവസഭയ്ക്ക് എന്തെങ്കിലും ഒരു മെമന്റോയോ പാരിതോഷികമോ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതിനുള്ള സമയം. എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ അത് ചെയ്യുക. അത് വചന ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഒരു പാട്ട് പാടാൻ അവസരമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. സ്തോത്രം. അത് യുക്തി പോലെ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ആ യാത്രയായി പോകുന്ന ആ സഹോദരനോ സഹോദരിയോ ആരാണെങ്കിലും അവരെ മുന്നോട്ട് വിളിച്ച് അവർ മുട്ടുമേലിരിക്കട്ടെ. കർത്താവിന്റെ ദാസന്മാര്, സഭാ ശുശ്രൂഷകരും, ഇനി മറ്റേതെങ്കിലും ദൈവാസന്മാരുണ്ടെങ്കിൽ അദ്ദേഹവും സഭയുടെ പ്രതിനിധിയായിട്ടുള്ളവരും ഒക്കെ മുന്നോട്ട് കടന്നു വന്ന് അദ്ദേഹത്തിന് വേണ്ടി തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതിനുശേഷം ബ്ലെസ്സിങ് പ്രെയർ കഴിഞ്ഞതിന് ശേഷം ഒരു കോറസ് പാടിയിട്ട് ദേവദാസൻ പ്രാർത്ഥിച്ച് ആശ്വാദം പറഞ്ഞ് ആ ശുശ്രൂഷ അവസാനിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. മനസ്സിലായെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. ഇതാണ് ഒരു വിശ്വാസിയുടെ യാത്രയപ്പിന്റെ ഒരു രൂപരേഖ.
ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്, ഞാൻ ഇന്ന് അല്പം നേരത്തെ നിർത്തുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദൈവദാസന്മാരുടെ യാത്രയിപ്പ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നതായിരിക്കും. ദൈവ സ്തോത്രം. ഇന്ന് കാരണം ഇന്ന് നമ്മുടെ പല ആളുകളും ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് പല നമ്മുടെ ICPF-ന്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. സ്തോത്രം. അന്നേരം അവരുടെ അത് കേൾക്കട്ടെ, പഠിക്കട്ടെ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ ഈ ക്ലാസ് നിർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസൻ രാജൻ ചുനക്കര നമ്മുടെ നടുവിലുണ്ട്. ദൈവദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ സ്റ്റഡി ഇവിടെ അവസാനിപ്പിക്കാം. അതിനായി കർത്താവിന്റെ ദാസനെ ഞാൻ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. സ്തോത്രം.